കേരള ചക്രവർത്തിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അതിഗംഭീരമായിട്ടുള്ളൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതായത് ബാക്കിയുള്ള ആളുകളെ മുഴുവൻ അങ്ങോട്ട് ആസാക്കി കളയുന്ന രീതിയിലുള്ളൊരു പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെ വിമർശകരേക്ക്. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് പുറത്തുവിടാൻ ഗവൺമെൻറ്റിന് യാതൊരു മടിയുമില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഗവൺമെൻറ് പൂഴ്ത്തി വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ ആദ്യത്തെ ചോദ്യം, 4.5 കൊല്ലം കഴിഞ്ഞാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത്. ആ റിപ്പോർട്ട് പുറത്തേക്ക് വിടാൻ ഏറ്റവും അവസാന നിമിഷം പോലും അത് വൈകിപ്പിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില ശ്രമങ്ങളുണ്ടായി. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം ഗവൺമെൻറ്റിനോടുള്ളത്, ഇതിന്മേൽ നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തു എന്നുള്ളതാണ്. ഏതാണ്ട് 50-ലധികം പേർ ക്രിമിനൽ കുറ്റങ്ങൾ, അതായത് അറിഞ്ഞാൽ പോലും ഇതിൽ നടപടിയെടുക്കേണ്ട ക്രിമിനൽ കുറ്റങ്ങൾ പോക്സോ അടക്കമുണ്ട് എന്നാണ് പറയുന്നത്. പോക്സോ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തത് വന്ന് മൊഴി കൊടുത്തിട്ടുള്ള പെൺകുട്ടികളുടെ പ്രായം അതിനകത്ത് പറഞ്ഞിട്ടില്ല, പകരം ഗേൾസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏതൊരു SHO ഒരു പോലീസുകാരനോ ഒരു ഗവൺമെൻറ് സെക്രട്ടറിയോ ഒക്കെ അറിഞ്ഞാൽ നടപടിയെടുക്കേണ്ട ഒരു വലിയ തോതിലുള്ള റിപ്പോർട്ട് കയ്യിലിരുന്നിട്ട് അതിന്മേൽ എന്ത് നടപടിയെടുത്തെന്നാണ് ചോദിക്കാനുള്ളത്. ആദ്യത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ നിങ്ങൾ അമാന്തം കാണിച്ചോ, നിങ്ങൾ പൂഴ്ത്തിവെച്ചോ എന്നുള്ളതാണ്. അതിലേറ്റവും ആദ്യം അത് പൂഴ്ത്തിവെക്കാനുണ്ടായ കാര്യം പിണറായി വിജയൻ പറയുന്നത്, അദ്ദേഹത്തെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം പറയുന്നത് 2020 ഫെബ്രുവരി 19 ജസ്റ്റിസ് കെ ഹേമയുടെ ഒരു കത്ത് വന്നുവെന്നും ആ കത്തിൽ ഇത് രഹസ്യാത്മകമായിട്ടുള്ള ഒരുപാട് വെളിപ്പെടുത്തലുകളുണ്ടെന്നും അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞു എന്നുമാണ് പറയുന്നത്. ജസ്റ്റിസ് കെ ഹേമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഒരു ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ട് അവരൊരു ജോലി ഏൽപ്പിച്ചിരിക്കുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗവൺമെൻറ് തന്നു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് ഇത് പുറത്തേക്ക് വിടണോ വേണ്ടേ എന്നുള്ളത്. ഗവൺമെൻറ് അതിൽ ഇപ്പോഴും വലിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ തീരുമാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ പീഡിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള പവർ ഗ്രൂപ്പിൻ്റെയൊക്കെ ആളുകളുടെ പേരുകൾ മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അത് പുറത്തു വിടരുത് എന്ന് ഗവൺമെൻറ് നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ തന്നെ WCCയിൽ നിന്ന് പിന്നീട് ആക്റ്റീവ് ആകാതിരുന്നൊരു അംഗത്തിന് ഒരുപാട് സിനിമയിൽ വലിയ അവസരങ്ങൾ കിട്ടിയെന്നുള്ളതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആ നടിയെ അപകീർത്തിപ്പെടുത്താമെന്നുള്ളത് കൂടി, എന്നാൽ അതേസമയം തന്നെ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള പവർ ഗ്രൂപ്പിനെ സംരക്ഷിച്ച് നിർത്താം എന്നുള്ളതാണ്. മഞ്ജു വാര്യർ ചെയ്തത് അങ്ങേയറ്റം തെറ്റാണ്. കാരണം അവർ ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ അവർ കൃത്യമായി മൊഴി കൊടുത്തതിന് ശേഷം അങ്ങനെ ഒരു പീഡനം എന്ന് പറയുന്നത് സിനിമയിൽ കേട്ടിട്ടേയില്ല എന്ന് പറഞ്ഞൊരു പരാമർശമാണ് അവർ റിപ്പീറ്റഡ്ലി ആവർത്തിച്ച് ഈ കമ്മീഷൻ മൊഴി കൊടുത്തത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ആ കമ്മിറ്റിയിലുണ്ട്. ഇനി നമുക്ക് ഡേറ്റുകളിലേക്ക് വരാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 2019 ഡിസംബർ 31 കൃത്യം 11 ദിവസങ്ങൾക്ക് ശേഷം ആദ്യത്തെ വിവരാവകാശ അപേക്ഷ അവിടെ ചെന്നു. അതായത് ജനുവരി 10-ാം തീയതി 11-ാം തീയതി അവിടെ അപേക്ഷ ചെന്നു. ആ അപേക്ഷയ്ക്ക് 2020 ജനുവരി 22 സാംസ്കാരിക വകുപ്പിൻ്റെ വിവരാവകാശ ഓഫീസർ ഈ മറുപടി, അതായത് ഈ വിവരം ലഭ്യമാക്കാൻ കഴിയില്ല എന്നാണ് എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2020 ജനുവരി 22 ഈ ഹേമ കമ്മിറ്റിയുടെ ജസ്റ്റിസ് കെ ഹേമയുടെ ഒരു കത്തും നിങ്ങളുടെ കയ്യിലില്ല. ആ നിങ്ങളുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടും ഈ സാംസ്കാരിക വകുപ്പിൻ്റെ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞേക്കുന്നത് ലഭ്യമാക്കാൻ കഴിയില്ല എന്നാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. ഇനി അടുത്തത് ഫെബ്രുവരി 3 ഒന്നാമത്തെ അപ്പീൽ നൽകി. ഫെബ്രുവരി 3 ഒന്നാമത്തെ അപ്പീൽ നൽകുമ്പോൾ ഫെബ്രുവരി 7 അതായത് ഇതിൻ്റെ നിയമസഭയിൽ ചോദ്യം ചെള്ളതിനാൽ ആ നിയമസഭയിൽ ചോദ്യത്തിന് ശേഷം ഇത് ലഭ്യമാക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് ശേഷവും ഇത് ലഭ്യമാക്കിയില്ല. അപ്പോഴും ജസ്റ്റിസ് കെ ഹേമയുടെ കത്ത് അവിടെ ഇല്ല. ജസ്റ്റിസ് കെ ഹേമയുടെ കത്ത് വരുന്നത് ഫെബ്രുവരി 19 ഇതിന് ശേഷം അതിനുശേഷം പകർപ്പ് നൽകാമെന്നാണ് അപ്പീലിൽ സാംസ്കാരിക വകുപ്പ് മറുപടി നൽകിയത്. ഇതിന് ശേഷം ഫെബ്രുവരി 14 രണ്ടാമത്തെ അപ്പീൽ കൊടുക്കുന്നുണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അതിന്മേൽ വരുമ്പോഴേക്കും ഒക്ടോബർ 22 റിപ്പോർട്ട് നിഷേധിച്ചുകൊണ്ട് വിൻസെൻ്റ് എം പോൾ എന്ന് പറയുന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. കാരണം നിയമസഭാ ചോദ്യത്തിന് മറുപടി നൽകാനോ അതുപോലെ തുടർ നടപടികൾക്കും വേണ്ടി സർക്കാരിന് സമയം ലഭിച്ചില്ല എന്ന കാരണം പറഞ്ഞാണ് ഈ പറയുന്ന ഇത് ഇപ്പോൾ നൽകാൻ കഴിയില്ല ഈ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു മറുപടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇത് വിടാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഏറ്റവും ഒടുവിൽ 2024 ജൂലൈ 5 ഇത് പുറത്തേക്ക് വിടാൻ പറഞ്ഞ് റിപ്പോർട്ട് ഈ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിടുന്നത്. ആ വിവരാവകാശ കമ്മീഷൻ ഇത് ഉത്തരവിട്ടതിന് ശേഷവും ഏറ്റവും ഒടുവിൽ പോലും നിങ്ങൾക്കറിയാം
ഒന്നരക്കോ 1.25 വേണമെങ്കിൽ ഗവൺമെൻറ് തരാൻ കഴിയുമായിരുന്നു. പക്ഷേ 1.25 മണിക്ക് രഞ്ജിനിയുടെ ഹർജിയും അതുപോലെ തന്നെ മറ്റേ സജിമോൻ പാറയിലെ ഹർജിയും ഒക്കെ പരിഗണിക്കുന്നത് കൊണ്ട് അതും കൂടി കഴിഞ്ഞ് അതിന്മേൽ മിക്കവാറും കോടതി എന്തെങ്കിലും സ്റ്റേ കിട്ടിയാൽ ഭാഗ്യമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിന്ന് 2:30 ശേഷം 2:35 റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത്. ഇതിനിടയിൽ ചില രസകരമായ കാര്യങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. അത് പിണറായി ഞങ്ങൾക്ക് ഏതെങ്കിലും മറ്റേ മറവി രോഗം ബാധിച്ചു എന്ന് താങ്കൾ വിചാരിക്കരുത്. നിരവധി തവണ AK ബാലനായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി. ആ AK ബാലൻ തന്നെ ഇത് പുറത്തു വിടില്ല എന്ന് പറയുകയും പിന്നീട് വന്നിട്ടുള്ള നമ്മുടെ മന്ത്രി സജി ചെറിയാൻ നിരവധി തവണ ഇത് പുറത്തു വരില്ലേ എന്ന് ചോദിച്ചവരോട് നിങ്ങൾക്ക് എന്താണ് ഇത്ര വെപ്രാളം എന്നാണ് ചോദിച്ചത്. ആ വെപ്രാളം ഉണ്ടായിരുന്നത് നിങ്ങൾക്കിത് മറച്ചു വെക്കാനായിരുന്നു. ഇനി ഇതെല്ലാം പോട്ടെ, നിയമസഭയിൽ ഇന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള M സ്വരാജ് അദ്ദേഹം ഇപ്പോൾ അന്നത്തെ AK ബാലനോട് ഈ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെക്കാൻ ആവശ്യപ്പെട്ടുകയുണ്ടായി. അപ്പോൾ ഇതൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് നിഷ്കളങ്കമായി സംഭവിച്ചതാണ്. ഞങ്ങൾ ഇതെല്ലാം തൊണ്ട തൊടാതെ അങ്ങോട്ട് വിഴുങ്ങിക്കൊള്ളാം എന്നുള്ളതാണ് മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ നമ്മളോട് പറയുന്നത്. നമ്മൾ അത്ര മറവി രോഗം ബാധിക്കാത്തവരും മണ്ടന്മാരും അല്ലാത്തതുകൊണ്ട് ഈ വക ഉടായിപ്പോയിട്ട് നമ്മുടെ അടുത്തേക്ക് വരണ്ട. ഇതുകൊണ്ട് ഈ പറയുന്ന പോലെ എന്താണ് മറ്റേ ഇത് ഞങ്ങൾക്കറിയാം. കാരണം ഉപ്പ് പോലും പഞ്ചസാരയായി തോന്നുമെന്ന് പറഞ്ഞ പോലെ താങ്കളുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അത് പഞ്ചസാരയായിട്ട് തോന്നും, പക്ഷെ ഉപ്പാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി നിങ്ങളെടുത്തിട്ടുള്ള CPM എന്ന് പറയുന്നൊരു പീഡിതർക്കും അതുപോലെ തന്നെ വളരെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ളവർക്കും വേണ്ടിയും ലിംഗസമത്വത്തിനേക്ക് വേണ്ടി നിൽക്കുന്ന CPM എന്ന് പറയുന്നൊരു പാർട്ടി ചില നടപടികൾ എടുത്തിട്ടുണ്ട്. ആ നടപടികൾ എന്താണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കട്ടെ. അതാണ് ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവരെടുത്തിട്ടുള്ള നടപടികൾ. ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടി എടുത്തില്ല. പകരം നമ്മുടെ സജി ചെറിയാൻ അദ്ദേഹത്തിന് കോൺക്ലേവ് വിളിക്കാനാണ്. കോൺക്ലേവ് ആരാണ്? ഈ പീഡിപ്പിക്കുന്നതിൽ വന്നിട്ടുള്ള പവർ ഗ്രൂപ്പും ആ പവർ ഗ്രൂപ്പിലെ 15 പേരുടെയൊക്കെ കാർമ്മികത്വത്തിൽ അവരെ വിളിച്ചുകൊണ്ട് ഒരു സിമ്പോസിയമോ കോൺക്ലേവോ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഫുഡും മേടിച്ചു കൊടുത്ത് തോളത്ത് കെട്ടി വെരി ഗുഡ് ഇത് തുടർന്നോളൂ എന്ന് പറയാവുന്ന ഒരു കോൺക്ലേവാണ് പുള്ളി ഇനി നടത്താൻ പോകുന്നത്. അല്ലാതെ വേറൊരു നിയമവും കാർക്കശ്യത്തോടെ നടപ്പിലാക്കിയില്ല. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കൂടി വരട്ടെ. പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനത്തിൽ അത് അദ്ദേഹം പറഞ്ഞത് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ എന്നിട്ട് അന്വേഷിക്കാം എന്നാണ്. ഞാൻ അതിലേക്ക് വരാം. ഈ പരാതി ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് അന്വേഷിക്കാമെന്ന് പറയുന്നതിന് മുമ്പ് ഈ CPM എടുത്തിട്ടുള്ള ചില നടപടികൾ നമുക്കൊന്ന് നോക്കാമല്ലോ. CPM എടുത്ത നടപടി M മുകേഷ് എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള ഈ പവർ ഗ്രൂപ്പിലൊക്കെ പെടുന്നു എന്നൊക്കെ പരക്കെ ആരോപണമുള്ള M മുകേഷെ പിടിച്ച് MLA ആക്കാണ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ അദ്ദേഹത്തെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ഒക്കെ ആക്കേണ്ടതാണ്. പിന്നെ കേന്ദ്രമന്ത്രി ആകാനായിട്ട് അവിടെ നമുക്ക് വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര വകുപ്പില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ MP ആയി മത്സരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയായിട്ടുള്ള സരിത അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വളരെ മോശപ്പെട്ട ഒരാളാണ് അദ്ദേഹമെന്നും അദ്ദേഹം ഭർത്താവിൻ്റെ അതായത് മുകേഷിൻ്റെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇവരെ നിരന്തരമായി അടിക്കുമായിരുന്നെന്നും പിന്നെ കുറേ വെള്ളം അടിക്കും, അതുപോലെ പെണ്ണുങ്ങളെയും കൊണ്ടുവരും, അവരുമൊത്തും വെള്ളം അടിക്കും, വല്ലപ്പോഴും വന്നിട്ട് പോകുന്ന ഒരാൾ മാത്രമാണ്, ഒരു ഉത്തരവാദിത്വമില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പിന്നെ കുട്ടികളൊക്കെ ഇത് കാണണ്ടല്ലോ എന്ന് വെച്ച് അവർ ബോർഡിങ്ങിലാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ, എന്തായാലും മുൻ ഭാര്യയാണ്, ഇനി ഡിവോഴ്സ് കേസൊക്കെ വന്നതുകൊണ്ട് പറഞ്ഞാണെന്ന് വിചാരിക്കാം. പക്ഷേ അത്തരത്തിലുള്ള ഒരാളെയാണോ നിങ്ങൾ MLA ആക്കാൻ പോകുന്നത് എന്ന് സരിത ആ സമയത്ത് ചോദിച്ചതാണ്. ഇനി അടുത്തത് 2018 ടെലിവിഷൻ പരിപാടിയുടെ ചിത്രീകരണത്തിന് ഇദ്ദേഹം കോടീശ്വരൻ എന്ന് പറഞ്ഞൊരു പരിപാടി അവതരിപ്പിച്ചിരുന്നു. ആ പരിപാടിയുടെ ചിത്രീകരണത്തിന് വേണ്ടി ഒരു സാങ്കേതിക പ്രവർത്തക, ശരിക്കും പറഞ്ഞൊരു കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ടെസ് ജോസഫ്, ആ പെൺകുട്ടി അവിടെ തൊട്ടടുത്ത ആ ഹോട്ടലിൽ തന്നെയുള്ള ഒരു മുറി താമസിച്ചപ്പോൾ ഇദ്ദേഹം തൊട്ടടുത്ത മുറിയിലേക്ക് അവരോട് താമസം മാറ്റാൻ പറഞ്ഞ് നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുകയും പകരം ലൈംഗിക താല്പര്യത്തോടു കൂടി അവരെ സ്വന്തം റൂമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നുള്ളത് അവർ ഈ പറയുന്ന പോലെ മീറ്റുവിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഡെറിക് ഒബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ MP ആയിട്ടുള്ള, നേരത്തെ TMCയുടെ MP ആയിട്ടുള്ള അദ്ദേഹത്തോട് ഇവർ വിളിച്ചു പറയുകയും അന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവരെ ഒരു ഫ്ലൈറ്റിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോയി ഇവരെ രക്ഷപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുണ്ടായത് എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള M മുകേഷിനെ വിളിച്ചു കൊണ്ടുപോയി പദവി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. CPMൻ്റെ നിലപാട് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. CPMൻ്റെ പ്രഖ്യാപിത നിലപാടായിട്ട് ഇന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ
ഏതെങ്കിലും പരാതി വന്നാൽ ആ പരാതി ഞങ്ങൾ അനുസരിച്ച് അന്വേഷണം നടത്തും എന്നാണ്. അല്ലാതെ ഗവൺമെൻറ് ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ ഈ പരാതിക്കാരെ അങ്ങോട്ട് ചെന്ന് സമീപിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം ഇതിലുള്ളതൊക്കെ വളരെ നിസ്സാര പരാതികളാണല്ലോ. വായിച്ചു നോക്കിയാൽ നമ്മുടെ തല പരവിച്ചു പോകുന്ന രീതിയിലുള്ള പരാതികളാണ്. ആ പരാതികളിൽ ചിലതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമാ രംഗത്തെക്കുറിച്ച് കേൾക്കുന്ന പരാതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം മറ്റേ നടനുമായിട്ടൊരു ലിപ് ലോക്ക് ഉണ്ടെങ്കിൽ ആ ലിപ് ലോക്കിൽ ചുണ്ട് ചുവന്നിരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യമേ തന്നെ സംവിധായകനായിട്ട് ഒറ്റക്ക് ഒരു ലിപ് ലോക്ക് ചെയ്യുകയും എന്ന് പറഞ്ഞാൽ ലിപ്പ് കടിച്ചു പറിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ചുണ്ട് ചുവപ്പിച്ചിട്ടാണ് പിന്നെ ഇവരെ ചുവന്ന ചുണ്ടുകളുമായിട്ട് വിടുന്നത്. കാരണം ചായം തേച്ചാൽ അതിൻ്റെ ഒറിജിനാലിറ്റി കിട്ടൂല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വെറും ഭൂലോക അലവലാദികളും വൃത്തികെട്ടവരുമായിട്ടുള്ള ആളുകളാണ്. ഇനി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സജി ചെറിയാൻ വായിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൽ നടപടിയെടുക്കാത്ത എന്താണെന്ന് പറയുന്ന ചോദ്യം വരും. അദ്ദേഹം ഭരണഘടനയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഈ ചീള് കേസൊക്കെ വായിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരിക്കും. അദ്ദേഹത്തിന് ഏതൊക്കെ പിടിച്ച് പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഈ നാട്ടുകാരുടെ ഗതികേട് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും സാംസ്കാരിക മന്ത്രിയായിട്ടൊക്കെ തുടരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇതിൽ ഹേമ കമ്മിറ്റി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാചകം, സെക്ഷൽ ഡിമാൻഡ്സ് ഫോർ എൻട്രി ഇൻ ടു സിനിമ മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം അതർ ഫീൽഡ്സ് എന്നാണ്. അതായത് മറ്റ് ഫീൽഡുകളിൽ നിന്നും സിനിമയെ വ്യത്യസ്തമാക്കുന്നത് എൻട്രിക്ക് വേണ്ടി തന്നെ ഈ പറയുന്ന ശാരീരികമായ ലൈംഗിക ബന്ധത്തിന് ഡിമാൻഡ് ചോദിക്കും എന്നുള്ളതാണ് ഇവരെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം നമുക്ക് നോക്കാം. ഈ ആളുകളോട് വന്ന് പരാതിപ്പെടൂ എന്ന് പറയുമ്പോൾ അതിൽ ഹേമ കമ്മിറ്റി തന്നെ വ്യക്തവും കൃത്യവുമായി എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു ഹെഡിങ്ങിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യം, വുമൺ ഇൻ സിനിമ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഹെഡിങ് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് വുമൺ ഇൻ സിനിമ ഡു നോട്ട് ഓർഡിനറിലി അപ്രോച്ച് പോലീസ് എന്നുള്ളതാണ്. പോലീസിനെ അപ്രോച്ച് ചെയ്യാൻ അവർ സാധാരണ ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് അവർ വളരെ വ്യക്തമായി പല ഖണ്ഡികകളായി നിരത്തുന്നത് സാധാരണ സ്ത്രീകൾ തന്നെ പോലീസിനെ അപ്രോച്ച് ചെയ്യാറില്ല. നിങ്ങൾക്കെല്ലാം ഇത് കേൾക്കുന്നവർക്കൊക്കെ അറിയാം. ശരിക്കും ശാരീരിക ഗാർഹിക പീഡനത്തിനൊക്കെ കേസ് കൊടുക്കാം. പക്ഷെ ഒരു ഭർത്താവ് ഒരു അടിയടിച്ചു എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ രാവിലെ ഭാര്യ പോലീസ് സ്റ്റേഷനിലേക്ക് പോവില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സാധാരണ സ്ത്രീകൾ പെട്ടെന്ന് ചെയ്യാറില്ല. 10 കേസുകൾ ഉണ്ടാകുമ്പോഴാണ്, ശല്യപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോഴാണ്, 100 കേസുകൾ ഉണ്ടാകുമ്പോഴാണ് ഒരെണ്ണമോ രണ്ടെണ്ണമോ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് വരില്ല എന്നുള്ളത് കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലും പിണറായി വിജയൻ നോക്കിയിട്ടില്ല. ആ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം പാരഗ്രാഫ് 114, 115, 116 മുതലുള്ള പാരഗ്രാഫുകളിലായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം, അവരുടെ ജീവന് പോലും ഭീഷണിയുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പവർ ഗ്രൂപ്പായിട്ടുള്ള 15ഓളം പേർ നിയന്ത്രിക്കുന്ന സിനിമയിൽ എന്തും ചെയ്യാനുള്ള അവർ മടിക്കില്ലെന്നും അതുകൊണ്ട് തന്നെ അവരുടെ ജീവന് ഭീഷണിയുണ്ടെന്നും അവരുടെ ഇരകളുടെ ജീവന് മാത്രമല്ല ഭീഷണി, പകരം അവരുടെ വീടുകളിലേക്ക് എത്തുന്ന അവരുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനും ബന്ധുക്കൾക്കുമടക്കം ജീവന് തന്നെ ഭീഷണി ഉണ്ടാകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മാഫിയ സംഘമാണിത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ മാഫിയ സംഘത്തിനെതിരെ നിങ്ങൾ ഇനിയും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായി വരൂ എന്നാണ് പറയുന്നത്. എന്തൊരു അസംബന്ധമാണ് പിണറായി വിജയൻ താങ്കൾ ഈ പറയുന്നത്. അവർക്ക് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഓരോ താലൂക്കിലും പോലീസ് സ്റ്റേഷനിൽ അവിടെ കൊണ്ടേ പരാതി കൊടുത്താൽ പോരായിരുന്നോ? നിങ്ങൾ അവർക്ക് അങ്ങനെ പരാതി കൊടുത്തവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതും അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെയുള്ള കിളിരൂർ, അതുപോലെ സൂര്യനെല്ലി മുതലുള്ള ഇങ്ങോട്ടുള്ള പീഡന കേസുകൾ എടുത്തു വെച്ചാൽ ആകെ ശിക്ഷിക്കപ്പെട്ടത് റോബിൻ അച്ഛൻ മാത്രമാണ്. ആ റോബിൻ അച്ഛൻ്റെ കേസിൽ പോലും ഉണ്ടായ ഒരു കാര്യം നിങ്ങൾക്കറിയുമോ? ആ കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടി, അതായത് പരാതിക്കാരി കൂറുമാറി, അതിൻ്റെ അമ്മ കൂറുമാറി, അച്ഛൻ കൂറുമാറി. അച്ഛൻ കൂറുമാറി എന്ന് പറയുമ്പോൾ അച്ഛന് 10 ലക്ഷം രൂപ കൊടുത്ത് അച്ഛനെ കൊണ്ട് ഈ സ്വന്തം മകളുടെ കൊച്ചിൻ്റെ പിതൃത്വം ഏറ്റെടുക്കണം എന്ന് പറയിപ്പിച്ച അത്ര സമ്മർദ്ദം ചെലുത്തിയ വൃത്തികെട്ടവന്മാർക്ക് വേണ്ടി ഏറ്റവും ഒടുവിൽ അയാൾ പോലും കൂറുമാറേണ്ടി വന്നെങ്കിൽ ഉള്ളൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ റോബിനച്ച ശിക്ഷിക്കപ്പെട്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയോ? ആ ശിക്ഷിക്കപ്പെട്ടത് മറ്റേ DNA പരിശോധന നടത്തിയതിൽ മാത്രം ഒരു കളവും കാണിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് റോബിനച്ചൻ ശിക്ഷിക്കപ്പെട്ടത്. ഇതിൻ്റെ ഇടയിൽ റോബിനച്ചൻ നേരെ നമ്മുടെ 18 വയസ്സ് കഴിയാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയിട്ട് റോബിനച്ചൻ ചെയ്ത അടുത്തൊരു പണിയുണ്ട്. അദ്ദേഹം മറ്റേ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചു. എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ആ പെൺകുട്ടി പോലും സമ്മതിച്ചു കല്യാണം കഴിക്കാൻ. അത്രമാത്രം ഗതികെട്ട ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് നമ്മുടെ സ്ത്രീകൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. അവരെ 2ാം നിര പൗരന്മാരായിട്ടാണ് കണക്കൂട്ടുന്നത്. നമ്മുടെ സമൂഹം മാറാതെ ഇത് പൂർണ്ണമായിട്ട് മാറുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. നമ്മൾ പുരുഷ കേന്ദ്രീകൃതമായ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അവർ അഭിനയിക്കുന്ന സിനിമകൾ കാണുകയും അവരുടെ മാർക്കറ്റ് വാല്യൂ ഉയരുകയും ചെയ്യുന്നതുകൊണ്ടാണ് ആത്യന്തികമായി പ്രശ്നങ്ങളുള്ളത്.
പക്ഷെ ഇത് മാറ്റാൻ നടപടിയെടുക്കേണ്ട ഗവൺമെന്റ് പിണറായി വിജയന്റെയാണ്. താങ്കളുടെ കയ്യിലാണ് അതിന്റെ അധികാരം ഇരിക്കുന്നത്. താങ്കൾ ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ഒരു കോൺഫിഡൻസ് കൊടുക്കണം, ആത്മവിശ്വാസം കൊടുക്കണം. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് പരാതിയായിട്ട് പറഞ്ഞോളൂ, ഇരകളുടെ പേര് ഞങ്ങൾ എന്തായാലും പുറത്തു വിടില്ല, ഒരിക്കലും പുറത്തു വിടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി വരുന്ന എല്ലാ സംരക്ഷണവും നമ്മൾ നൽകുമെന്ന് പറയണം. വേണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മാസാമാസം അവർക്ക് വലിയൊരു തുക പണമായിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ട് താങ്കളൊന്ന് ഈ സംസാരിച്ചു നോക്ക്. നാളെ മുതൽ ആളുകൾ പരാതിയായിട്ട് എത്തും. ഇത് നാളെ മറ്റേ ഫിലിം ഫീൽഡിലേക്ക് പോയിട്ടുള്ള ആളുകൾക്ക് നാളെ മുതൽ തൊഴിലില്ലാതാവും എന്നുള്ളത് കൊണ്ടാണ് അവരാരും പരാതിയായിട്ട് വരാത്തത്. ഇതൊന്നും മനസ്സിലാക്കാൻ ബോധമില്ലാത്തൊരു പാർട്ടിയോ ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയോ അല്ല പിണറായി വിജയൻ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഈ പറയുന്ന ഓരോ പെൺകുട്ടിയും പരാതിയായിട്ട് വരില്ല എന്ന്. വന്ന ഒരു പെൺകുട്ടിക്കും കേരളത്തിൽ അങ്ങനെ നീതി കിട്ടിയിട്ടില്ലെന്ന്. പ്രശസ്തമായിട്ടുള്ള ഐസ്ക്രീം പാർലർ പെൺവാണി മുതൽ കിളിരൂർ മുതൽ അതുപോലെ വിതുര മുതൽ മറ്റേ സൂര്യനെല്ലി മുതലുള്ള കേസുകൾ ഇങ്ങോട്ട് എടുത്തു വെച്ച് നോക്ക്. ഒരു കേസിൽ പോലും ഏതോ ദേവരാജൻ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് സൂര്യനെല്ലിയിൽ ശിക്ഷിക്കപ്പെട്ടതല്ലാതെ പ്രധാനപ്പെട്ട ഒരു കുറ്റവാളിയും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതൊക്കെ മനസ്സിലായിട്ടുള്ള അവർ എങ്ങനെ വരുമെന്ന് ഈ പറയണേ. അതുകൊണ്ടാണ് അവർ ഈ ഹേമ കമ്മിറ്റി വിശ്വസിച്ച് മൊഴി കൊടുക്കാൻ വേണ്ടി വന്നത്. ആ മൊഴി കൊടുക്കാൻ വേണ്ടി വന്നവരുടെ മുഖത്ത് നോക്കി പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി പറയാണ്, നിങ്ങൾ ആരെങ്കിലും പരാതിയായിട്ട് വരില്ല. അങ്ങനെ ചെന്നിട്ടുള്ള കേസുകളിലെല്ലാം തന്നെ മറ്റേ അത് പരാതിയായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ കവാടത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ഇരകളറിയുകയും പിന്നെ ഒത്തീർപ്പിലെത്തുകയും ചെയ്യുകയാണ് ചെയ്തേക്കണ. അതുകൊണ്ട് നിർബന്ധമായും ഗവൺമെൻറ് ഒരു പണി ചെയ്യണം. ഒന്ന്, ഇവരെ സംരക്ഷിക്കുമെന്ന് പറയുന്ന കോൺഫിഡൻസ് കൊടുക്കാൻ തയ്യാറാവണം. ആ തയ്യാറായാൽ ആളുകൾ പരാതിയുമായിട്ട് വരും. ഒന്ന്, ഇനി പരാതിയായിട്ട് വന്നില്ലെങ്കിലും ഇതിൻ്റെ പുറത്തൊരു അന്വേഷണം നടത്തണം. ഈ പവർ ഗ്രൂപ്പിലുള്ള പീഡന വീരന്മാരായിട്ടുള്ള ആളുകളുടെ പേരുകൾ മുഴുവൻ പുറത്തു വിടണം. ഈ പവർ ഗ്രൂപ്പിലുള്ള ഒരാളുടെ പേര് കഴിഞ്ഞ ദിവസം നമ്മുടെ വിനയൻ എന്ന് പറയുന്ന പഴയ സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിസഭയിലൊരു അംഗമാണെന്നാണ് പറഞ്ഞേക്കണേ. അത് ഗണേഷ് കുമാറിനെ കുറിച്ചായിരിക്കും എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പാഴൂർ പടിവരെയൊന്നും പോകേണ്ട കാര്യമില്ല. ഇതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മാഫിയ സംഘത്തെക്കുറിച്ച് നമ്മുടെ തിലകൻ പറഞ്ഞിട്ടുണ്ട്. മഹാനായ നടൻ തിലകൻ അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആലപ്പുഴയിൽ നാടകം കളിക്കാൻ പോയ അദ്ദേഹത്തെ അവിടെയും വിലക്കാൻ ശ്രമിച്ചു. അതിനു മുമ്പ് സീരിയലിൽ വരാൻ ശ്രമിച്ച ആത്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകൾ അവിടെ നിന്നും വിലക്കിയെന്നാണ് നമുക്കറിയുന്നത്. സത്യമാണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇത്തരത്തിൽ ഒരു വലിയ കൂട്ടം ഇവിടെ അവർക്ക് എന്തും ചെയ്യാവുന്ന ലെവലിലുള്ള ഒരു പിടി നമ്മുടെ സമൂഹത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ ഗവൺമെന്റിലൊക്കെ പിടിച്ചിരിക്കുന്നു. എനിക്ക് ഇവിടെ കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നമ്മൾ ഇവരുടെ സിനിമകൾ ബഹിഷ്കരിക്കണം. 3000 പെൺകുട്ടികൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന വിവരം കിട്ടവന്മാരെ നമുക്ക് നിഷേധിക്കാൻ കഴിയണം. നമ്മുടെ അമ്മയോ പെങ്ങളോ ഒക്കെ ഈ കൂട്ടത്തിൽ 3000-ൽ ഒരെണ്ണമായി പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവമെന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഒരു പെൺകുട്ടിക്ക്, മകൾക്ക് അല്ലെങ്കിൽ അനിയത്തിക്ക്, ചേച്ചിക്കൊക്കെ തന്നെ ഒരു സിനിമയിൽ അവർക്ക് കലാപരമായ കഴിവുകളുണ്ട്, അതിനകത്ത് അഭിനയിക്കണമെന്നൊരാഗ്രഹം തോന്നിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ഓരോ CPM കാരനും ആലോചിക്കണം. അങ്ങനെ ആലോചിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ തീരുമാനത്തിലേക്ക് എത്താൻ. അങ്ങനെ ആലോചിക്കുമ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ് പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. നിങ്ങൾ ഇതിൻ്റെ പുറത്ത് നടപടിയെടുക്കണം. എനിക്ക് കോടതിയോടും പറയാനുള്ളത്, കോടതി ഇതിന്മേൽ ഈ റിപ്പോർട്ട് വിളിച്ചു വരുത്തുകയും ഇതിൽ നടന്നിട്ടുള്ള വലിയ തോതിലുള്ള അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കോടതിയുടെ മേൽനോട്ടത്തിൽ വളരെ ജെന്യുവിനായ ഹോണസ്റ്റ് ആയിട്ടുള്ള നിരവധി പോലീസുകാർ നമുക്കുണ്ട്. ആ പോലീസുകാരുടെ നേതൃത്വത്തിൽ ഒരു ടീമിനെ ഉണ്ടാക്കുകയും ഇത് അന്വേഷിപ്പിക്കുകയും വേണം. കാരണം ഇത് ഒരു അതിക്രമം നേരത്തെ പറഞ്ഞ പേരുകളെ പോലെ കിളിരൂരോ അല്ലെങ്കിൽ ഐസ്ക്രീമോ പോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ ചൂഷണമാണ്. ആ ചൂഷണത്തെ എതിർക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ പ്രബുദ്ധരുമല്ല, ഒരു കോപ്പുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ ഞാൻ മുകേഷിൻ്റെ കാര്യം പറഞ്ഞു, ഗണേഷിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ സിനിമയിലെ ചില സൂപ്പർ സ്റ്റാറുകൾ എന്നറിയപ്പെടുന്ന വിവരം കിട്ട ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ പവർ ഗ്രൂപ്പിനെ നേരത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ദിലീപാണ് എന്നുള്ളതാണ് നമ്മുടെ ലിബർട്ടി ബഷീർ കഴിഞ്ഞ തവണ ഒരു ന്യൂസ് അവറിൽ നിന്ന് ഒരു ന്യൂസ് ചാനലിലെ ഡിസ്കഷനിൽ ഇരുന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആരൊക്കെ തന്നെയാണെങ്കിലും അവരുടെ പേരുകൾ ഗവൺമെൻറ്റുകൾ പുറത്തുവിടണം. ഞാനത് ആലോചിക്കുന്നുണ്ട്. കോടതിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഞാൻ പൂർണ്ണമായ തീരുമാനം എടുത്തിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളടുത്ത് പറയുന്നില്ല. കോടതിയിലേക്ക് ഈ പവർ ഗ്രൂപ്പിൽ ഇതുവരെ മറച്ചു പിടിച്ചേക്കുന്ന ആളുകളുടെ പേരുകൾ കോടതി വിളിച്ചു ചോദിക്കുകയും അത് പുറത്തേക്ക് വിടുകയും സമൂഹത്തിൻ്റെ മുമ്പിലെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ നികൃഷ്ടന്മാരെ തിരിച്ചറിയിപ്പിക്കുകയും വേണം എന്നുള്ളതാണ്. അവരെ ശിക്ഷിപ്പിക്കാൻ കൂടി കഴിയുമ്പോൾ മാത്രമേ
നമ്മൾ കുറേ കൂടി മികച്ചൊരു സമൂഹവും ജെൻഡർ ഈക്വാലിറ്റിയും ലിംഗസമത്വം ഒക്കെ പുലരുന്ന നല്ലൊരു മികച്ച സമൂഹവുമായി മാറുകയുള്ളൂ എന്നുള്ളതാണ്. അതിന് വർത്തമാനം പറഞ്ഞതുകൊണ്ടോ വെറുതെ ഇരുന്ന് ഡയലോഗ് അടിച്ചതുകൊണ്ടോ മാത്രം കാര്യമില്ല. ഇത്തരം നടപടികളിലേക്ക് കൂടി പോകണം.